നമ്മെ സമർപ്പിക്കാൻ ഈ 5 കുഞ്ഞുങ്ങൾക്കും കഥാവിൻ്റെ അന്ത്യകൽപ്പന അനുസരിക്കാൻ ഹൃദയത്തിൽ കഥാവിനെ വിശ്വസിച്ച് കഥാവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ആ കഥാവിൻ്റെ കൽപ്പന അനുസരിക്കാൻ ദൈവം അവർക്ക് കൊടുക്കുന്ന ഭാഗ്യത്തിനായി നമുക്ക് കഥാവിനെ സ്തോത്രം ചെയ്യാം. അവർ ഹൃദയത്തിൽ എടുത്തിരിക്കുന്ന ആ നല്ല തീരുമാനത്തിനായി നമുക്ക് കഥാവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അവരുടെ മേൽ കഥാവ് പകർന്ന, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവോടെ ഹൃദയങ്ങളെ നിറച്ച്, ഹല്ലേലൂയ, ഈ തീരുമാനത്തിലേക്ക് വരാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തല്ലോ. ആ ദൈവിക സാന്നിധ്യത്തിനായി നമുക്ക് കഥാവിനെ സ്തോത്രം ചെയ്യാം. അപ്പോൾ തന്നെ അവരെടുത്തിരിക്കുന്ന ആ തീരുമാനത്തിൽ അന്ത്യം വരെ ഉറച്ചു നിൽക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ നാം അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായി പോകുകയാണ്. അവരുടെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം. ദൈവം അവരെ സഹായിക്കട്ടെ. അവരെ ഈ തീരുമാനത്തിലേക്ക് നയിക്കാൻ ദൈവം അവർക്ക് കൃപ കൊടുത്തല്ലോ. അതോർത്ത് നമുക്ക് കഥാവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ 5 പേരും കഥാവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ഒന്ന് സമർപ്പിച്ചാണ്. നിങ്ങൾ ഹല്ലേലൂയ ഇന്ന് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിർണായകമായ ഒരു കാര്യാദിയാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ അവസാനം വരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട, വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കേണ്ട ഒരു കാര്യാദിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കഥാവിനോട് നിങ്ങൾ ഹൃദയം തുറന്ന് പറഞ്ഞു, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് വേണം, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. ഗ്ലോറി, അങ്ങ് ഞങ്ങളെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് ഹൃദയം തുറന്ന് കഥാവിനോട് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട് ഗ്ലോറി, എല്ലാവരും ആത്മാർത്ഥതയോടെ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം പകരേണ്ടതിനായി, കഥാവിനെ സഹായിക്കേണ്ടതിനായി ഗ്ലോറി, 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 ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് അവരുടെ ജീവിതത്തിൽ, അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകി കൊടുത്തു. കഥാവ് അവരുടെ ഹൃദയത്തിലേക്ക് വന്നു. കഥാവിനെ സ്വീകരിക്കാൻ കഥാവ് അവർക്ക് കൃപ കൊടുത്തു. കഥാവിന്റെ കൽപ്പന അനുസരിക്കാൻ അവർ തീരുമാനത്തോടെ ആയിരിക്കുന്നു. ചില മിനിറ്റുകൾ ദൈവസന്നിധിയിലൊന്ന് സ്തോത്രം ചെയ്ത് ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കേണ്ടതിനായി
കഥാവിന്റെ വിശേഷ അനുഗ്രഹം, വിശേഷ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകരാൻ. ഹല്ലേലൂയ. കഥാവ് ഇവരെ സഹായിക്കേണ്ടതിനായി, അനുഗ്രഹിക്കേണ്ടതിനായി അല്പനിമിഷങ്ങൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്താണ്ട് ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കഥാവേ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവിക വിടുതൽ ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. കഥാവിന്റെ വലിയ സാന്നിധ്യം കഥാവേ കുഞ്ഞുങ്ങളുടെ മേൽ പകരുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുക. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ പൗലോസ് മുന്നോട്ട് കടന്നു വരും. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. എല്ലാവരും ആത്മാർത്ഥതയോടെ ദൈവാനുഗ്രഹം ഈ കുഞ്ഞുങ്ങളുടെ മേൽ പകരാൻ, പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ അവരെടുത്തിരിക്കുന്ന ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഥാവ് അവർക്ക് ക്രമ കൊടുക്കേണ്ടതിനായി ദൈവകരങ്ങളിൽ നമുക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവേ, സ്വർഗീയ രാജാവേ, തിരുനാമത്തിന് മഹത്വപ്പായ നല്ല സമയത്തിനായി സ്തോത്രം ചെന്നപ്പച്ചായി വിശുദ്ധ ദിവസത്തിലും നല്ലൊരു പ്രഭാതപണികൾ കൊണ്ട് നൽകിയതിനായി സ്തുതിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമം തിരുവചനത്തിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ. ഇപ്പോൾ പരിശുദ്ധ പിതാവേ നിങ്ങളെ ഒരുമിച്ച് കൂട്ടി വരുത്തി ഹല്ലേലൂയ വിശേഷാൽ അവിടുത്തെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ തിരുനാമത്തിന്റെ മഹത്വത്തിനായും ഇങ്ങോട്ട് ചേരുവാനുള്ള സ്നാനമേൽക്കേണ്ടതിനും ഹല്ലേലൂയ ഈ അവസരത്തെ അവിടെ ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന പിതാവേ. നല്ല ഒരുക്കങ്ങൾക്കൊക്കെ അവിടുന്ന് കൂടെ ഇരുന്ന് സഹായിച്ചു. ഹല്ലേലൂയ. ഇപ്പോഴും പരിശുദ്ധ പിതാവേ തിരുസന്നിധിയിൽ നിങ്ങൾ ഒരുമിച്ച് കൂടി ഹല്ലേലൂയ അവിടുത്തെ ഭൃത്യൻ പരിശുദ്ധ പിതാവേ അവിടുത്തെ തിരുസന്നിധിയിൽ അവർ കുഞ്ഞുങ്ങൾക്കായി ഹല്ലേലൂയ സ്തോത്രം എടുക്കുന്ന എല്ലാ ഓരോ അവസരങ്ങൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. കുഞ്ഞുങ്ങളുടെ വചനത്താൽ അവിടെ നിറയ്ക്കുമാറാകണമേ. ഹല്ലേലൂയ അങ്ങോട്ട് ചേരുവാൻ സ്നാനമേൽക്കുന്ന എല്ലാവരും അങ്ങേ ധരിച്ചിരിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങേ കാണുന്നവർ, അടികളെ കാണുന്നവർ അങ്ങേ കാണുന്നുവെന്നും അങ്ങേ കാണുന്നവർ ഹല്ലേലൂയ പിതാവിനെ കാണുന്നു എന്നുള്ള തിരുവചനം അഭിചായി കുഞ്ഞുങ്ങളിൽ സദാ പ്രകീർത്തിക്കുമാറാകണമേ. ഹല്ലേലൂയ വിളങ്ങുമാറാകട്ടെ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ തേജസ്സിനാൽ കുഞ്ഞുങ്ങൾ നിറയ്ക്കുമാറാകണമേ. ഇറങ്ങുമ്പോൾ ആദിയിൽ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ ദൈവത്തിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങളുടെ മേൽ ഉല്ലസിക്കുമാറാകട്ടെ. നിങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുന്നപ്പോ എല്ലാ കുറവുകളും ക്ഷമിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി ഇവരെ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തോളം ഉറച്ചു നിന്ന് തിരുനാമത്തിന്റെ സാക്ഷികളായി ഇവരവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഇവരുടെ മാതാപിതാക്കളെ പ്രിയപ്പെട്ടവരൊക്കെയും അവിടുന്ന് കൂടെ ഇരുന്ന് വരുന്ന ആളുകളിൽ ഇവരെ ബുദ്ധിയോപദേശത്തിൽ വളർത്തേണ്ടതിനും അവർ കൂടെ ഇരുന്ന് ബലപ്പെടുത്തുമാറാകണമേ. പൈതൽ വളർന്നു ജ്ഞാനത്താൽ നിറഞ്ഞു തിരുവചനത്തിൽ കടന്നതുപോലെ തന്നെ നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. ജ്ഞാനം തന്നെ പ്രധാനം. സ്തോത്രം. പുരാതന വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല എന്ന് അവിടെ തിരുവചനത്തിൽ കാണുകയാൽ അവിടുത്തെ പരിശുദ്ധ ജ്ഞാനത്താലും വിവേകത്താലും ഹല്ലേലൂയ കൃപയിലും വളർന്നു മുന്നോട്ട് വരുവാൻ സ്തോത്രം പഠനത്തിലും വചനത്തിലും ഓരോപേര് തന്നെ ഫലം കായ്പാൻ അവിടുത്തെ കൂടുതൽ സഹായിക്കുമാറാകണമേ. സഭയായി നിങ്ങൾ ഒരുമിച്ച് അവിടെ തിരുസന്നിധിയിൽ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാക്കി തന്നതിനായി സ്തോത്രം. ശുശ്രൂഷയിൽ കൂടിരിക്കുന്നതിനായി സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യത്തിൽ മറയ്ക്കുമാറാകണമേ. സ്വർഗം സാക്ഷി നിൽക്കുന്ന ഈ സമയത്തിനായി സ്തോത്രം. ദൂരാളുടെ വലയം ചെയ്യുന്നതിനായി സ്തോത്രം. സ്നാനത്തൊക്കെയും അതിലെ ജലത്തെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ ജീവജലമായി നിറയ്ക്കുന്നതിനായി സ്തോത്രം. നിങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. എല്ലാ മഹത്വം അവിടുന്ന് എടുക്കും. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം സ്തോത്രം. യേശുവിൻ നിങ്ങളുടെ മഹത്വമുള്ള നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു പരിശുദ്ധ പിതാവേ. ആമേൻ ആമേൻ ആമേൻ. സുവിശേഷം 28-ാം അധ്യായത്തിൽ നാം കടന്നു വരുമ്പോൾ യേശു കർത്താവ് തന്റെ അന്ത്യകൽപ്പന തന്റെ ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് വായിക്കാൻ പഠിക്കാൻ കഴിയുന്നു. ഈ സമയത്ത് നമുക്ക് ആ തിരുവചന ഭാഗങ്ങൾ വായിച്ച് കേൾക്കാവുന്നതാണ്. സഭയോടെ നിങ്ങൾ അത് കേൾക്കാൻ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയൊക്കെ ശിഷ്യന്മാരായി കൊണ്ടുവരും. ഞാനും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
സ്നാനം കഴിപ്പിക്കണം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്ന എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് വായുകൊണ്ട് അത് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ രക്ഷിതാവായി അംഗീകരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും സ്നാനപ്പെടണം എന്നത് കർത്താവിന്റെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിക്കാൻ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം ഇന്ന് കൊടുക്കുന്ന അവസരത്തിനായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നാം ആ മഹനീയമായ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുകയാണല്ലോ. കർത്താവിന്റെ വിശേഷ അനുഗ്രഹം ആ ശുശ്രൂഷയിൽ പകരപ്പെടേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയോട് ആയിരിക്കാം. കർത്താവ് നമ്മെ അതിനായി സഹായിക്കേണ്ട ഈ സമയത്ത് ഒരു പാട്ടിന്റെ ചില വരികൾ നമുക്ക് ചേർന്ന് പാടുകയും കർത്താവിന് മഹത്വം കൊടുക്കുകയും ചെയ്യാം. ചേർന്ന് പാടിയതുപോലെ യോർദാൻ കടവിൽ യോഹന്നാൻ സ്നാപകന്റെ കൈകീഴിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കഥാവ് ഈ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിച്ചെല്ലാനിടയായി തീർന്നു. യേശു കഥാവിന് സ്നാനപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എങ്കിലും ഇങ്ങനെ സകല നീതിയും നിർവഹിക്കപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് യേശു കഥാവ് യോഹന്നാൻ സ്നാപകന്റെ കൈകീഴിൽ സ്നാനമേൽക്കാനിടയായി തീർന്നു. നാം മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശു കർത്താവ് സ്നാനമേറ്റയുടനെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നതായി നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ദയവായിട്ട് ആ തിരുവചന ഭാഗങ്ങൾ ഒന്ന് വായിച്ച് സഹായിച്ചാലും അത് ഏറ്റിരിക്കുന്നവർ ദയവായിട്ടൊന്ന് വായിച്ചാൽ. അനന്തരം യേശു യോർദാൻ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ വരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനെ അവർ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല രീതിയിൽ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാലേ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. യേശു കർത്താവ് സ്നാനമേറ്റ് കയറിയ ഉടനെ ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് നാം വായിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ കർത്താവിന്റെ ജലത്തിൽ സാക്ഷിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വരണം. ദൈവാത്മാവിനാൽ അവർ നിറയപ്പെടണം. ദൈവജനമായി നാം ഒരുമിച്ച് അതിനുവേണ്ടി ഒന്ന് സ്തോത്രം ചെയ്യാൻ പോകുകയാണ്. കർത്താവിന്റെ വിശേഷ കൃപ, കർത്താവിന്റെ വിശേഷ അനുഗ്രഹങ്ങൾ കർത്താവ് പകരേണ്ടതിനായി, കർത്താവ് അവരെ സഹായിക്കേണ്ടതിനായി എല്ലാവർക്കും അല്പസമയം ഒന്ന് സ്തോത്രം ചെയ്യാം. Glory Jesus, hallelujah. യേശുവേ, ഞങ്ങളുടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ചുള്ള സന്നിധിയിൽ വരുമ്പോൾ അവിടുത്തെ സ്നാനമേറ്റ് കയറിയ ഉടനെ പരിശുദ്ധ ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങിയതുപോലെ ഈ ശുശ്രൂഷാവേളയിൽ അവിടുത്തെ ആത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണം, അവിടുത്തെ ആത്മാവിന്റെ വലിയ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്നായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ദൈവാത്മാവിന്റെ ശക്തി ഇറങ്ങി വരേണ്ടതിനായി ചെയ്തതിനായി സ്തോത്രം. ശുശ്രൂഷകളുടെ മേൽ അവിടുത്തെ ആത്മാവിന്റെ വലിയ നിയന്ത്രണവും സാന്നിധ്യവും കരങ്ങളിൽ സമർപ്പിച്ച് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സ്നാനാർത്ഥികൾക്ക് ഓരോരുത്തർക്കായിട്ട് അതിനുവേണ്ടി കടവിലേക്ക് ഇറങ്ങി വരാമെന്ന് സാധിക്കുകയാണ്.
ജോബിന്റെ മേൽ ദൈവത്തിന്റെ വിശേഷ അനുഗ്രഹം പകരപ്പെടാൻ പരിശുദ്ധാത്മാവ് പ്രാവണ പോലെ ഇവന്റെ മേൽ ഇറങ്ങി വരാൻ ഒരു വലിയ ദൈവ സാന്നിധ്യം ഇവന്റെ മേൽ ദൈവം പകരേണ്ടതിനായി ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. അവനെടുത്തിരിക്കുന്ന ഈ തീരുമാനം അത് ജീവിതത്തിലൊരു വലിയ വിടുതലായി അനുഗ്രഹമായി തീരാൻ ജീവിതത്തിന്റെ അന്ത്യം വരെ അതിനെ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ കൃപ കൊടുക്കണം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ജോബിനോടായി ഞാൻ ചോദിക്കുന്നു, സ്വർഗ്ഗമഹിമകളെ വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും അപ്പോൾ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധ സഭയെ ചേർക്കാൻ വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ജോബിൻ വിശ്വസിക്കുന്നുവോ? ആ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ വിശ്വസ്ത സാക്ഷിയായി നിൽക്കാൻ നീ തീരുമാനമെടുക്കുന്നുവോ? നിന്റെ വിശ്വാസത്തിന്റെയും നിന്റെ സാക്ഷ്യവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം നൽകി നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഗ്ലോറി ജീസസ്. സമർപ്പിക്കുക പ്രിയ വൈദഗ്ധ്യനെ വിശേഷ ദൈവസാന്നിധ്യത്തിനായി ഒരു വാക്കിൽ അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ട. അവരുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ ആ തീരുമാനത്തിൽ അവൻ ഉറച്ചു നിൽക്കട്ട. പരിശുദ്ധാത്മാവിന്റെ ശക്തി പോലെ അവന്റെ മേൽ ഇറങ്ങി വരട്ട. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആത്മാർത്ഥതയോടെ ദൈവകരങ്ങളിലൊന്ന് സമർപ്പിച്ചു കൊടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ പ്രിയ പൈതലിനെ സമർപ്പിച്ച് ദൈവകരങ്ങളിലായിരിക്കുമ്പോൾ പ്രിയ പൈതൽ ജോബിനോടായി ഞാൻ ചോദിക്കുന്നു, സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതു ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധ സഭയെ ചേർക്കാൻ വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ ജോബിൻ വിശ്വസിക്കുന്നുവോ? നിന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ നീ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നീ തീരുമാനിക്കുന്നുവോ? നിന്റെ വിശ്വാസത്തിന്റെയും നിന്റെ സാക്ഷ്യവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക, എന്നാൽ കർത്താവ് നിനക്ക് ജീവകിരീടം നൽകി നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ് നെയിം. പ്രിയ പൈതൽ വിൻസിയുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി ഒരുമിച്ച് നമുക്ക് ദൈവകരങ്ങളിലൊന്ന് സമർപ്പിച്ചു കൊടുത്താണ്. എല്ലാവരും ആത്മാർത്ഥതയോടെ
Glory, 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 glory. ആത്മസാന്നിധ്യം വ്യാപരിക്കണം. ആത്മശക്തിയിറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ സാന്നിധ്യം ഈ പകൽ പ്രിയപ്പെട്ട മേൽ വ്യാപരിക്കട്ടെ. പ്രിയപ്പെട്ട സ്നാനപ്പെട്ട് കയറുമ്പോൾ പരിശുദ്ധയാത്മാവ് പ്രാർത്ഥന പോലെ ഇറങ്ങി വരട്ടെ. ദൈവാത്മാവിന്റെ വലിയ കൃപ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ പൈതൽ മിൻസിയോടായി ഞാൻ ചോദിക്കുന്നു, സ്വർഗാമഹിമകൾ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച മനുഷ്യന് വേണ്ടി നന്മകൾ ചെയ്ത പാപികൾക്ക് മനസാന്തരം കൊടുത്ത് രോഗികളെ സൗഖ്യമാക്കി ഭൂതബാധിതരെ വിടുവിച്ച ഒടുവിലായി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിശ്രമം എവിടെ എന്ന് ചോദിച്ച മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധ സഭയെ ചേർക്കാൻ വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ട വിശ്വസിക്കുന്നു. ആ കർത്താവിനെ നിന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ വിശ്വസ്ത സാക്ഷിയായി ആ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നീ തീരുമാനിക്കുന്നു. നിന്റെ വിശ്വാസത്തിന്റെയും നിന്റെ സാക്ഷ്യവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം. എന്നാൽ കർത്താവ് നിനക്ക് ജീവകിരീടം നൽകി നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. ഈ കുഞ്ഞുപ്രായത്തിൽ കർത്താവിനെ ജീവിതത്തിൽ അംഗീകരിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ പ്രിയ പൈതലിന് ആ തീരുമാനമെടുക്കാൻ കർത്താവ് കൃപ കൊടുത്തു. അവൻ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ നിന്ന് എന്തെല്ലാം പ്രതിസന്ധികൾ, എന്തെല്ലാം പ്രലോഭനങ്ങൾ ജീവിതത്തിൽ വന്നാലും അവിടെ ഒന്നും പതറിപ്പോകാതെ ശക്തമായ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ വിശ്വസ്ത സാക്ഷിയായി കർത്താവിന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പൈതലായി ഈ പൈതൽ മാറ്റപ്പെടേണ്ടതിനായി ദൈവാത്മാവിന്റെ വിശേഷ കൃപ കൊണ്ട്, വിശേഷ സാന്നിധ്യം കൊണ്ട് ഈ പൈതൽ നിറയപ്പെടേണ്ടതിനായി ആത്മാർത്ഥതയോടെ അല്പനിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ പകലിനകത്ത് ശക്തിയോടെ ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. നാം ഒരുമിച്ച് ദിവസത്തെ ഈ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ പൈതലിനോടായി ഞാൻ ചോദിക്കുന്നു, സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിശ്രമം എവിടെ എന്ന് ചോദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധ സഭയെ ചേർക്കാൻ വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ട വിശ്വസിക്കുന്നു. ആ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരു വിശ്വസ്ത സാക്ഷിയായി ജീവിക്കാൻ നിൽക്കാൻ നീ തയ്യാറാകുന്നു. നിന്റെ വിശ്വാസത്തിന്റെയും നിന്റെ സാക്ഷ്യവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം നീ വിശ്വസ്തയായിരിക്കാം. എന്നാൽ കർത്താവ് നിനക്ക് ജീവകിരീടം നൽകി നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഗ്ലോറി, 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 ഗ്ലോറി. ദൈവകരങ്ങളിൽ നമുക്ക് പ്രിയ പൈതലിനെയും സമർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. പ്രിയ പൈതലും അവളുടെ ജീവിതത്തിന്റെ ഈ കുഞ്ഞുപ്രായത്തിൽ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ചു. കർത്താവിന്റെ ജലത്തിൽ സാക്ഷിക്കാൻ അവൾ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഈ പൈതൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ
ഇന്ന് പകലിൽ ദൈവകൽപ്പന അനുസരിക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരണ്ട. ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് ഈ പൈതലിന്റെ മേൽ വ്യാപരിക്കണ്ട. പരിശുദ്ധ ആത്മാവ് പ്രാവുന്ന പോലെ ഈ പൈതലിന്റെ മേൽ ഇറങ്ങി വരണ്ട. യേശുവിന്റെ നാമത്തിൽ ദൈവ വിളിക്കുക വിടുതൽ. ദൈവരാജ്യത്തിന്റെ വ്യാപ്തി ഈ പൈതൽ മുഖാന്തരം മുന്നേറേണ്ടതിനായി ഒരുമിച്ച് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. നാം എല്ലാവരും ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയ പൈതങ്ങളോടായി ഞാൻ ചോദിക്കുന്നു, സ്വർഗാമഹിമയുടെ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ മനുഷ്യരോടൊപ്പം ജീവിച്ച, മനുഷ്യന് വേണ്ടി നന്മകൾ ചെയ്ത, രോഗികളെ സൗഖ്യമാക്കി, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിച്ച, ഭൂതബാധിതർക്ക് സൗഖ്യം കൊടുത്ത, കുഷ്ഠരോഗികൾക്ക് വിടുതൽ കൊടുത്ത, ഒടുവിലായി മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച, ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധ സഭയെ ചേർക്കാൻ വീണ്ടും മടങ്ങി വരികയും ചെയ്യുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രിയപ്പെട്ട അന്ന വിശ്വസിക്കുന്നു. ആ കർത്താവിന് വേണ്ടി നിന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ ഒരു വിശ്വസ്ത സാക്ഷിയായി നിൽക്കാൻ നീ തയ്യാറാകുന്നു. നിന്റെ വിശ്വാസത്തിന്റെയും നിന്റെ സാക്ഷ്യവചനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം നീ വിശ്വസ്തയായിരിക്കുക. എന്നാൽ കർത്താവ് നിനക്ക് ജീവകിരീടം നൽകി നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ചെയ്തത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ അന്ത്യകൽപ്പനയായിട്ട് ആ കർത്താവിനെ വിശ്വസിക്കുന്ന ഓരോരുത്തരും ആ കർത്താവിനെ ജലത്തിൽ സാക്ഷിക്കണമെന്നുള്ള ആ കൽപ്പനയാണ് അവർ നിർവഹിക്കാൻ നിവർത്തിക്കാൻ ഇടയായിട്ടുള്ളത്. ഇവിടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ദൈവജനത്തോട് ഈ പകൽ ആത്മാർത്ഥമായി പറയട്ടെ, ഇത് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമോ ഇതുവരെ കർത്താവിന്റെ ജലത്തിൽ സാക്ഷിച്ചവർക്ക് വേണ്ടി മാത്രമോ ഉള്ളൊരു കാര്യമല്ല. ഇത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഇതുവരെ കർത്താവിന്റെ ജലത്തിൽ സാക്ഷിച്ചിട്ടില്ലെങ്കിൽ, സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുങ്ങി സ്നാനം എടുത്തിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ ആത്മാർത്ഥതയോടെ ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾക്കും കൂടെ വേണ്ടിയുള്ളതാണ്. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം ഉണ്ടെന്ന് ഓർമ്മിക്കട്ടെ, ഈ സ്നാനം എന്ന് പറയുന്നത് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്, നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ്. നമുക്കൊരു നിത്യത വേണമെന്ന് നാം ആഗ്രഹിക്കുന്നെങ്കിൽ, നാം സ്വർഗത്തിലേക്ക് പോകണമെന്ന് താല്പര്യപ്പെടുന്നെങ്കിൽ, ഈ ശുശ്രൂഷ നിങ്ങൾ നിർവഹിച്ചേ മതിയാകൂ. ഇതിനുവേണ്ടി നിങ്ങൾ സമർപ്പിക്കപ്പെട്ടേ മതിയാകൂ. അതിനാരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ സമർപ്പിക്കുക. അടുത്ത വേഗത്തിലൊരു സമയത്ത് നമുക്ക് ഈ ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയുന്ന ഭാഗത്ത് സഹായിക്കേണ്ട ഈ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവர்களுം പ്രത്യേകിച്ച് നന്ദി ഞാൻ അറിയിക്കുന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ശുശ്രൂഷകൾക്ക് വിരാമം കുറിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ 5 കുഞ്ഞുങ്ങൾക്ക് അങ്ങ് സാക്ഷിക്കാൻ ഈ പകൽ ദൈവം ഒരുക്കിയ മഹനീയമായ അവസരത്തിനായി സ്തോത്രം. ദൈവമേ അനുഗ്രഹിക്കണം. മാതാപിതാക്കളെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി